ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഒരു അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റിൻ്റെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ഒരു 2 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാറ്റേൺ വന്നിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതായത് ഇതുപോലെ സ്റ്റെമ്മും ലീഫും ഒക്കെ ആയിട്ടൊന്ന് വരച്ചെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സും ലീഫും സ്റ്റെമ്മും ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ റോക്കോട്ടിൻ്റെ ഫാബ്രിക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 6 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. നീഡിൽ നമ്പർ 8 ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്യാനായിട്ട് ഞാനിവിടെ ലേസി ഡേസി സ്റ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അത് വന്നിട്ട് ഒരു 8 സ്ട്രാൻഡ്സിൽ നമ്മൾ ത്രെഡ് എടുക്കുക. നീഡിൽ നമ്പർ 8 തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തിക്കായിട്ട് തന്നെ നമുക്ക് ലീഫ് നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ അതുപോലെ തന്നെ തിക്കായിട്ട് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ലീഫൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലവേഴ്സ് ചെയ്യാണ്ട് നമ്മൾ സ്റ്റെം എവിടെ നിന്നാണോ അവസാനിച്ചത് അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുന്നത്. ബുള്ളിയൻ റോസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ കുറച്ച് മുകളിൽ നിന്ന് തന്നെ നമ്മൾ ആദ്യം പോയിൻ്റ് കൊടുത്തില്ലേ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നീഡിലെടുക്കുക. എടുത്തിട്ട് ഒരു 9 ടൈംസ് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ത്രെഡ്. ഇനി അതല്ല നിങ്ങൾക്ക് ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതാണ് എളുപ്പത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി. ഇനി നമ്മൾ അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് ആദ്യം ചെയ്ത പെട്ടിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ താഴേക്ക് കൊണ്ടുവരിക. അതും ഒരു 9 ടൈംസ് നമുക്ക് ത്രെഡ്സ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്ത പെട്ടിലും അങ്ങനെ നമുക്ക് എത്ര പെട്ടിൽ വേണോ അതിനനുസരിച്ച് നമുക്ക് മുകളിലേക്ക് ആദ്യം ചെയ്ത പെട്ടിൽ കുറച്ചും കൂടെ മുകളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റും. ചെയ്തെടുത്താൽ മതി. അന്നേരം നമുക്ക് കുറച്ചും കൂടെ പെറ്റൽസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അതുപോലെ ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും ലീഫും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഫൈനൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. താഴേന്ന് മുകളിലേക്കാണ് നമുക്ക് ഈ ഒരു ഡിസൈൻ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട്, അതായത് നെക്കിൻ്റെ കുറച്ച് താഴെയായിട്ട് വന്നിങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.